CMRL എക്സാലോജിക് പണമിടപാട് കേസുമായി ബന്ധപ്പെട്ട് മുൻമന്ത്രി PM മുഹമ്മദ് റിയാസുമായി ബന്ധമുള്ളവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡ് പൂർത്തിയായി. CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. നിഖിലിന്റെ ഫ്ളാറ്റ് ഉൾപ്പെടെ 9ഓളം ഇടങ്ങളിലായിരുന്നു ED പരിശോധന നടത്തിയത്. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, എന്തായാലും റെയ്ഡ് പൂർത്തിയായിട്ടുണ്ട്. റെയ്ഡിന് ശേഷമുള്ള പ്രതികരണങ്ങളൊക്കെ എന്തൊക്കെയാണ്? കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഇന്നത്തെ റെയ്ഡുമായി ബന്ധപ്പെട്ട് EDയുടെ ഔദ്യോഗിക വിശദീകരണം ഇന്ന് രാത്രിയോ നാളെ രാവിലെയുമായി കൊച്ചി യൂണിറ്റിൽ നിന്നാണ് ഉണ്ടാവുക എന്നുള്ളതാണ് അറിയുന്നത്. ഏകദേശം 10 മണിക്കൂറോളം നീണ്ട റെയ്ഡാണ് വിവിധ ഇടങ്ങളിലായി കോഴിക്കോട് ജില്ലയിലെ 8 ഇടങ്ങളിലായി ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നേതൃത്വത്തിൽ നടന്നത്. പ്രത്യേകിച്ച് KMRL എക്സാലോജിക് കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ED ഇത് തുടർച്ചയായി 3ാം തവണ റെയ്ഡ് നടത്തുന്നത്. നേരത്തെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിലും ഒപ്പം തന്നെ ഈ കേസിലെ 6ാം പ്രതിയും പിണറായിയുടെ മകളുമായിട്ടുള്ള വീണ തൈക്കണ്ടിയുടെ ഭർത്താവ് PM മുഹമ്മദ് റിയാസിന്റെ കോട്ടുളിയിലെ വീട്ടിലുമെല്ലാം തന്നെ ED റെയ്ഡ് നടത്തിയിരുന്നു. അതുകൂടാതെ മറ്റ് സമയങ്ങളിലും ഒക്കെ റെയ്ഡ് മുൻപും നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇത് 3ാം തവണ ഇന്ന് പ്രധാനമായും കോഴിക്കോട് കേന്ദ്രീകരിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം 8 ഇടങ്ങളിലായി പരിശോധന നടത്തിയത്. ആ പരിശോധന നടത്തിയ ഇടങ്ങൾ എന്ന് പറയുന്നത് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും PM മുഹമ്മദ് റിയാസിന്റെ വലങ്കയുമായിട്ടുള്ള P. നിഖിലിന്റെ ഉടമസ്ഥതയിലുള്ള തിരുത്തിയാട് ബാലൻ K. നായർ റോഡിലുള്ള സ്വകാര്യ ഫ്ളാറ്റ്, ഒപ്പം തന്നെ DYFI വെസ്റ്റ് മേഖലാ സെക്രട്ടറിയും DTPCയുടെ ഡെസ്റ്റിനേഷൻ മാനേജറുമായിട്ടുള്ള നന്ദുലാലിന്റെ കുണ്ടൂപ്പറമ്പിലെ വീട്, ഒപ്പം P. നിഖിലിന്റെ ഫറോക്ക് കരുവൻതുരുത്തിയിലെ വീട്, ഒപ്പം KCK ഡെന്റൽ ആൻഡ് സർജിക്കൽ സ്ഥാപന ഉടമ ഷൈജലിന്റെ പൊറ്റമ്മലിലെ അപ്പാർട്ട്മെന്റ്, ഈ ഇദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള സരവനം റോഡിലെ KCK ഡെന്റൽ ആൻഡ് സർജിക്കൽ എന്ന സ്ഥാപനം, ഒപ്പം തന്നെ പന്തീരാങ്കാവ് സ്വദേശിയും PM മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുമായിട്ടുള്ള വാരിഷ് കളത്തിലിന്റെ ഉടമസ്ഥതയിലുള്ള ക്യാപിറ്റൽ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, ഒപ്പം കാരപ്പറമ്പ് സ്വദേശിയും PM മുഹമ്മദ് റിയാസിന്റെ സഹപാഠിയുമായിട്ടുള്ള ഫബീഷ് മുഹമ്മദിന്റെ വീട്, മറ്റൊന്ന് PM മുഹമ്മദ് റിയാസിന്റെ സഹപാഠിയും പ്രവാസിയുമായിട്ടുള്ള ഫൈജാസിന്റെ വീട് എന്നിങ്ങനെ 8 ഇടങ്ങളിലായിട്ടാണ് പരിശോധന നടന്നത്. ഇതിൽ നേരത്തെ തന്നെ 6 ഇടങ്ങളിലെ പരിശോധനകൾ പൂർത്തീകരിച്ചിരുന്നു. പിന്നീട് ഏറ്റവും ഒടുവിൽ CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള P. നിഖിലിന്റെ ഫ്ളാറ്റിലാണ് ഏറ്റവും കൂടുതൽ സമയമെടുത്ത് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തിയത്. ഏകദേശം രാവിലെ 8 മണി മുതൽ തുടങ്ങിയ പരിശോധന 9 മണിക്കാണ് നിഖിൽ പിന്നീട് ഈ ഫ്ളാറ്റിലേക്ക് എത്തിയത്. നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാവിലെ 8 മണിക്ക് വന്നപ്പോൾ നിഖിലിന്റെ ഭാര്യയും കുട്ടിയും മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ആ സമയത്ത് നിഖിൽ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ കഴിഞ്ഞു വരികയായിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ആശുപത്രിയിൽ നിന്നും മടങ്ങി നിഖിൽ ഇവിടേക്ക് എത്തിയത്. 9 മണിയോടുകൂടി നിഖിൽ എത്തി. അതിനുശേഷം അദ്ദേഹത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏറെ നേരം ചോദ്യം ചെയ്യുകയും ചെയ്തു. അതിനിടെ CPIM നേതാക്കൾ, പ്രത്യേകിച്ച് ജില്ലാ സെക്രട്ടറി M. മെഹബൂബ് അടക്കമുള്ളവർ ഇവിടെ ഫ്ളാറ്റിലെത്തുകയും അദ്ദേഹത്തെ സന്ദർശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതേസമയം തന്നെ ഈ P. നിഖിലിന്റെ കരുവന്തുരുത്തിയിലെ തറവാട്ട് വീട്ടിൽ പരിശോധന നടത്തിയെങ്കിലും അത് ഏതാനും നിമിഷങ്ങൾ കൊണ്ട് തന്നെ ആ റെയ്ഡ് അവസാനിച്ചിരുന്നു. എന്നാൽ ഇവിടെ ഈ അശോകപുരത്ത്, പ്രത്യേകിച്ച് തിരുത്തിയാട് വാർഡിൽപ്പെട്ട ബാലൻ K. നായർ റോഡിലുള്ള സ്വകാര്യ ഫ്ളാറ്റിൽ ഏകദേശം 9 മണിക്കൂറിലേറെ നീണ്ട റെയ്ഡാണ് പൂർത്തീകരിച്ചത്. 6:15 ഈ റെയ്ഡ് പൂർത്തീകരിക്കുകയായിരുന്നു. ചില പരിശോധനയിൽ ചില രേഖകൾ കണ്ടെത്തിയെന്നുള്ള സൂചനകളൊക്കെയുണ്ട്. പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അത് സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ CPIM വ്യക്തമാക്കുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള റെയ്ഡാണ് ED നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ രാഷ്ട്രീയപരമായും നിയമപരമായും തന്നെ അതിനെ നേരിടും എന്നുള്ളതാണ് CPIM വ്യക്തമാക്കുന്നത്. അത് സംസ്ഥാന തലത്തിൽ തന്നെ ഈ ഒരു വിഷയത്തിൽ പൊതുവായി ഇത് രാഷ്ട്രീയപരമായി നേരിടാനാണ് CPIM നേതൃത്വം ആലോചിക്കുന്നത്. ഇതിനെതിരെ നിയമപരമായി കൂടി നീളും എന്നുള്ളതാണ്. കാരണം CPIM ഇത് കരുതുന്നത് ഇത് കേവലം T. വീണയ്ക്കെതിരെയുള്ള ആയുധമല്ല, അതിനപ്പുറത്തേക്ക് CPIMന്റെ സമുന്നതരായിട്ടുള്ള നേതാക്കൾ, പോളിറ്റ് ബ്യൂറോ അംഗവും മുൻ മുഖ്യമന്ത്രിയുമായിട്ടുള്ള പിണറായി വിജയൻ, നിലവിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ മന്ത്രിയുമായിട്ടുള്ള PM മുഹമ്മദ് റിയാസ് തുടങ്ങിയവരെ കരുവാക്കിക്കൊണ്ട് CPIMനെ വേട്ടയാടാനുള്ള ഒരു അജണ്ടയായി തന്നെയാണ് ED റെയ്ഡിനെ CPIM നേതൃത്വം കാണുന്നത്. അതേസമയം തന്നെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട ഈ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിലെ അന്വേഷണമായിട്ടാണ് ED ഇതിനെ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് എന്തെങ്കിലും രേഖകളോ മറ്റോ കണ്ടെത്തിയോ എന്നറിയണമെങ്കിൽ EDയുടെ ഔദ്യോഗികമായ വാർത്താക്കുറിപ്പ് കൊച്ചിയിൽ നിന്നും ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ രാവിലെയോ ആയി ഇറങ്ങണം. അതിനുശേഷം ഈ വാർത്താക്കുറിപ്പ് ഇറങ്ങിയ ശേഷം നാളെ CPIM നേതാക്കൾ ഇക്കാര്യത്തിലുള്ള കൃത്യമായ
രാഷ്ട്രീയ മറുപടി ഉൾപ്പെടെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വാർത്താ സമ്മേളനം നടത്തും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഏകദേശം 10 മണിക്കൂറോളം നീണ്ട വിശദമായിട്ടുള്ള ഒരു പരിശോധന തന്നെയാണ് ഈ 8 ഇടങ്ങളിലായി ഇന്ന് കോഴിക്കോട് നടന്നത്. ഇതിനും ഒരുപക്ഷെ തുടർച്ചയുണ്ടാകും എന്നുള്ള സൂചനകൾ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. കാരണം ഈ എക്സാലോജിക്ക് KMRL കേസുകൾ മാസപ്പടി കേസിൽ ശക്തമായി പിടിമുറുക്കാൻ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തീരുമാനം എന്നുള്ളതാണ് ഇന്നത്തെ ഈ മണിക്കൂറുകൾ നീണ്ട പരിശോധനയിലൂടെ വ്യക്തമാവുന്നത്. ശരി, വ്യക്തമാണ് വിവരങ്ങൾ നൽകിയത് റിയാസ് KMR.